നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഈ രോഗം മൂലം ഒത്തിരി വേദനിക്കുന്നുണ്ട്, അസ്വസ്ഥപ്പെടുന്നുണ്ട്. കർത്താവേ, കടബാധ്യതയുടെ നടുവില്, ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവില്, ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റാത്ത ജീവിതത്തിന്റെ അനുഭവത്തിന്റെ നടുവില്, കടക്കണിയുടെ നടുവില് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ദൈവമേ, എല്ലാം ഒന്ന് വട്ടവെത്തിക്കാൻ ശ്രമിച്ചിട്ടൊന്നും പറ്റുന്നില്ല. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. അതുപോലെ ചങ്കുപിടയുന്ന വേദന ഉള്ളിലുണ്ട്. ഇതൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് തമ്പുരാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്റെ കഷ്ടപ്പാടുകൾ നീ കാണുന്നുണ്ടെന്നുള്ള ഒറ്റാശ്വാസത്തിലായി നിൽക്കുന്നത്. എന്റെ വേദനകള് നീ കാണുന്നുണ്ടെന്നും നീ ഏറ്റെടുക്കുമെന്നുള്ള വചനത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് തമ്പുരാനെ നിന്റെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. കർത്താവേ, കൈവിടരുത്. എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ തള്ളിക്കളയരുത്. എന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളിലേക്ക്, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരണം. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ബലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത, എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കണ്ണുകൾ കുത്തിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് ദൈവകാരുണ്യത്തിലേക്ക് നോക്കാം. മക്കളെ, കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തകൻ 18-ാം അധ്യായം 30 മുതലുള്ള വചനങ്ങൾ. ദൈവത്തിന്റെ മാർഗം അവികലമാണ്, കർത്താവിന്റെ വാഗ്ദാനം നിറവേറും. കർത്താവിന്റെ വഴികൾ അവികലമാണ്, കർത്താവിന്റെ വാഗ്ദാനം നിറവേറും. ദൈവം എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിറവേറും. കൊണ്ട് കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. അവിടുന്ന് കർത്താവല്ലാതെ ദൈവം ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട്? അവിടുന്ന് തന്റെ ശക്തി കൊണ്ട് എന്റെ അരമുറുക്കുന്നു, എന്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എന്റെ കാലുകൾക്ക് മാൻപേടയെ പോലെ വേഗത നൽകിയെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു എന്ന് കേട്ടെ. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. അതുപോലെ സംരക്ഷണം കർത്താവ്. മക്കളെ, ഇരുവശവും കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് വളരെ ശാന്തമായിട്ട് തമ്പുരാന്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. കർത്താവിന്റെ സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറ. ശരിക്കും പരിച പോലെയല്ലേ കർത്താവ് നമ്മളെ സംരക്ഷിച്ചത്? ശരിക്കും ഒരു കോട്ട കെട്ടിയല്ലേ കർത്താവ് നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വഴികൾ പാപകരമായ വഴികളായിരുന്നിട്ടും നമ്മൾ പലപ്പോഴും കർത്താവിന്റെ സ്നേഹത്തിന് ചേരാത്തതും ഇണങ്ങാത്തതുമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും കർത്താവിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ജീവിത തീരുമാനങ്ങളിലൂടെ കടന്നുപോയിട്ടും തമ്പുരാൻ തന്റെ കാരുണ്യത്തിൽ അവന്റെ സ്നേഹത്തിൽ നമ്മളെ കുതിഞ്ഞു പിടിക്കുന്നില്ലേ, സംരക്ഷിക്കുന്നില്ലേ? എത്ര
എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള ദൈവിക സംരക്ഷണം കർത്താവ് നമുക്ക് തരുന്നില്ല. കർത്താവേ, ചെറിയപ്പനെ പ്രാർത്ഥിച്ചതുപോലെ ആ ദൈവിക സംരക്ഷണത്തിലായിരിക്കുന്ന ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ നീ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. ദൈവമേ, അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. ജീവിതത്തിന്റെ നിർമ്മലത നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ കർത്താവിനെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന് ചുറ്റും കർത്താവിനെ കോട്ട തീർക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ചുറ്റും കർത്താവെ നീ കോട്ട തീർക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ചുറ്റും നീ കോട്ട തീർക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങള്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ വരുമാന മാർഗങ്ങള് എല്ലാറ്റിനു ചുറ്റും കർത്താവെ നീ കോട്ട തീർത്ത് സംരക്ഷിക്കണമേ. ഇന്നോളം സംരക്ഷിച്ചതുപോലെ തമ്പുരാനെ, വരും നാളുകളിലും നീ ഞങ്ങളെ സംരക്ഷിച്ച് വഴി നടത്തണമേന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ വലിയ കരുതുന്ന സ്നേഹമുണ്ടല്ലോ, സംരക്ഷിക്കുന്ന, ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹത്തിൽ കർത്താവേ നീ ഞങ്ങളെ മുന്നോട്ട് കൈപിടിച്ച് നടത്തണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കും. കരങ്ങൾ തുറന്നൊരിക്കൽ കൂടി ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിക്കാം. ഹൃദയം തുറക്കാം. ജീവിതം കർത്താവിന്റെ മുമ്പിൽ വെക്കാം. ദൈവിക സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറയാം. കർത്താവിന്റെ വലിയ കരുതല്, സ്നേഹം നമ്മളെ ഇന്നോളം തലോടി കടന്നുപോയില്ലേ. കർത്താവിന്റെ കരുണ ഇന്നോളം നമ്മളെങ്ങനെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചില്ലേ. ഇടാതെ ഇടറാതെ കർത്താവേ, നിന്റെ കാരുണ്യത്തിന്റെ കരം പിൻവലിച്ചിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞങ്ങൾ നശിച്ചു പോകുമായിരുന്നു, ഞങ്ങൾക്കറിയാം. പക്ഷേ നിന്റെ കാരുണ്യം സംരക്ഷണമായി ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചു. പാപത്തിലും അശുദ്ധിയിലും ജനികതയിലും ലോകമോഹങ്ങളിലൊക്കെ വ്യാപരിച്ചപ്പോഴും നീ ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ച നിന്റെ സ്നേഹമുണ്ടല്ലോ. ദൈവമേ, ആ സ്നേഹത്തിനും ആ കാരുണ്യത്തിനൊക്കെ നന്ദി പറയുന്നു. ആ കരുതലിനും ആ സംരക്ഷണത്തിനൊക്കെ ഈശോയെ ഈ മക്കളോട് ചേർന്ന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, കുഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവകൃപയാ. നിർത്തിയിടും ദയയാ, ദയയാൽ നിത്യദയയാ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. തമ്പുരാന്റെ ആ സ്നേഹത്തിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഈ ആശീർവാദത്തിന്റെ സമയത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം വേണ്ട സംരക്ഷണം തരണമെന്ന് പ്രാർത്ഥിക്കാം. അകലങ്ങളിലായിരിക്കുന്നവര്, വിദൂരങ്ങളിലായിരിക്കുന്നവര്, കുടുംബത്തിൽ നിന്ന് പഠിക്കാനും ജോലിക്കൊക്കെ വേണ്ടി ഒത്തിരി ദൂരെ പോയിട്ടുള്ള മക്കളൊക്കെ ഉണ്ടാകാം, ജീവിത പങ്കാളി ഉണ്ടാകാം. ഇതെല്ലാം ചേർത്ത് വയ്ക്കുക. കുടുംബത്തിന്റെ എല്ലാ മേഖലകളും, പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളെ, സാമ്പത്തിക മേഖലകളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഈശോയെ ഈ ആശീർവാദത്തിന്റെ സമയത്ത് എല്ലാ വിഷയങ്ങളുടെ മേലും നിന്റെ
സംരക്ഷണത്തിന്റെ ആശീർവാദം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ